ബിഗ് ബോസ് മലയാളം സീസൺ 8 സാധാരണക്കാർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇപ്രാവശ്യം സാധാരണക്കാർ വേഴ്സസ് സെലിബ്രിറ്റിയാണ് ആവാൻ പോകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ പങ്കെടുക്കുന്ന സീസൺ ആവും. ഒരു സാധാരണക്കാരൻ തന്നെ ഈ സീസണിൽ വിന്നർ ആവാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെ അപ്ലൈ ചെയ്യാം? അതിനുള്ള പ്രൊമോ എപ്പോൾ വരും? എന്താണ് ഈ അഗ്നി പരീക്ഷ? എന്തൊക്കെ മത്സരങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുന്നത്? വോട്ടിംഗ് ഉണ്ടാകുമോ? ജനങ്ങളായിരിക്കുമോ ഈ സാധാരണക്കാരെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത്? പിന്നെ ആരായിരിക്കും ഇതിലെ ജഡ്ജസ്? എല്ലാം പറയാം. തെലുങ്കു ബിഗ് ബോസ് സീസൺ 9 അഗ്നി പരീക്ഷ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കുമോ? എന്നാകും ഈ അഗ്നി പരീക്ഷ നടക്കുന്നത്? ഈ ബിഗ് ബോസ് സീസൺ 8 മലയാളം സീസൺ 8 ലോഞ്ച് എപ്പോഴായിരിക്കും? നമ്മുടെ ലോഗോ, അതെ, സീസൺ 8 ലോഗോ എങ്ങനെയുണ്ട്? എന്താണ് നമ്മുടെ സീസൺ 8 തീം? എല്ലാം ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ തീമും ലോഗോവും സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോവാം. ഓക്കെ, ലോഗോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അത് ആദ്യം പറയുക. തീമും കൂടെ അതിനകത്ത് ഭയങ്കര തീമാണെന്നാണ് തോന്നുന്നത്. കാര്യം ഈ ലോഗോയിൽ വലിയൊരു 8 ഉണ്ട്. ആ 8-നകത്ത് 2 ലെൻസ് ഉണ്ട്. അതിന് ചുറ്റും അതിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരുപാട് കൈകളുണ്ട്. ആ കൈകളുടെ തൊട്ട് ഫ്രണ്ടിൽ, അതായത് 8-ന്റെ തൊട്ട് ബാക്കിൽ ഒരു ചക്രമുണ്ട്. ആ ചക്രത്തിൽ നിറച്ച് തീപ്പെട്ടിക്കൊള്ളിയാണെന്ന് തോന്നുന്നു. ആ തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്നൊരു ഫയർ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ 8-ന്റെ അവിടെ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്, ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. ഡെമോക്രാറ്റിയ എന്നാണ് തോന്നുന്നത് കേട്ടോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതാ മനസ്സിലായത്. അതായത് ഡെമോക്രസി ആണ് ഈ ബിഗ് ബോസ് സീസൺ 8 തീം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഡെമോക്രസി, ജനാധിപത്യം, അതായത് ജനങ്ങളുടെ വോയിസ്, ജനങ്ങളുടെ ആധിപത്യമാണ് ഈ സീസൺ 8. അതായത് സാധാരണക്കാരായിരിക്കും ഈ സീസണിൽ ഒരുപാട് ഉണ്ടാവുക എന്നുള്ള ഒരു ഹിന്റ് നമുക്ക് ഈ ലോഗോ തരുന്നുണ്ട്. നമ്മുടെ ഈ സീസൺ 8 ഈ ലോഗോ ആണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 വിന്നറിന് കിട്ടാൻ പോണ ട്രോഫിയിൽ ഉണ്ടാവുന്നത്. സോ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നോർമലി ബിഗ് ബോസിൻ്റെ എല്ലാ ലോഗോസിനും ചെറിയൊരു നെഗറ്റീവ്സും ഒരു ഈവിൽനെസ് ഒക്കെ, ഒറ്റക്കണ്ണ്, ഇതൊക്കെ ഒരു ടച്ച് ഉണ്ടാവും. എനിക്ക് ഈ സീസണിലും, എനിക്ക് കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോഴേ, കഴിഞ്ഞ സീസണിൻ്റെ ട്രോഫി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഐ ലോഗോ. അതിനകത്ത് ഐ ലോഗോയിൽ ആ ട്രോഫിയിൽ ആ കണ്ണാണെങ്കിൽ പുറത്ത് തള്ളി ഇങ്ങനെ ഇരിക്കുക, ഒരു ഈവിൽ കണ്ണുപോലെ. ഇതിനകത്ത് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. കുറച്ചും കൂടെ ഒരു ഈവിൽ മാറി ഒരു 2 ലെൻസായിട്ടാണ് തോന്നിയത്. എന്തായിരുന്നാലും ഇതൊന്നുമല്ല എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് അഗ്നി പരീക്ഷ, കോമണേഴ്സിൻ്റെ എൻട്രി. ഇത് കഴിഞ്ഞ തെലുങ്കു ബിഗ് ബോസ് സീസൺ 9 നടന്ന കാര്യമാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. കാര്യം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അഗ്നി പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ നേരിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 എടുക്കും എന്നുള്ളത്. സോ ഇതേ സംഭവം കഴിഞ്ഞ തെലുങ്കു ബിഗ് ബോസ് സീസൺ 9 നടന്നിട്ടുണ്ട്. അഗ്നി പരീക്ഷ നടന്നിട്ടുണ്ട്. അഗ്നി പരീക്ഷയിലൂടെ 6 കോമണേഴ്സിനെയാണ് എടുത്തേക്കുന്നത്. അതിൽ വോട്ടിംഗും ഉണ്ട്. അതിൽ വോട്ടിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ജഡ്ജസ് എടുത്ത ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത്, റെഫറൻസ് എടുത്തേക്കുന്നത് തെലുങ്കു ബിഗ് ബോസ് സീസൺ 9 ആണ്. നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അഗ്നി പരീക്ഷ അടിച്ചു നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൽ തെലുങ്കു സീസൺ 9 അഗ്നി പരീക്ഷ അടിച്ചു നോക്കിയാൽ കംപ്ലീറ്റ് എപ്പിസോഡ് 15 എപ്പിസോഡ്സ് ആണുള്ളത് അഗ്നി പരീക്ഷയ്ക്ക്. ഞാൻ എല്ലാം പറയാം. ഇത് ഞാനൊരു ജനറൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എങ്ങനെയാണ് നിങ്ങളെ എടുത്തത് എന്നുള്ളതൊക്കെ ജനറലായിട്ട് ഞാൻ പറയാൻ പോവാൻ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരും. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ തെലുങ്കു ബിഗ് ബോസ് ഒക്കെ കണ്ട ആൾക്കാരുണ്ടാവും. എനിക്ക് ആ സമയത്ത് തെലുങ്കു ബിഗ് ബോസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബിഗ് ബോസ് കിടക്കായിരുന്നു. എനിക്ക് ഈ ബിഗ് ബോസിനിടയിൽ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റൂല. മലയാളം ബിഗ് ബോസ് മാത്രമേ പറ്റുള്ളൂ. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ പറയുന്നതിലെ. ഓക്കെ, കഴിഞ്ഞ സീസൺ തെലുങ്കു ബിഗ് ബോസിൻ്റെ വിന്നർ എന്ന് പറയുന്നത് കോമണറാണ്. അഗ്നി പരീക്ഷയിലൂടെ വന്ന് ജയിച്ച കല്യാൺ പാടലയാണ് വിന്നറായത്, കഴിഞ്ഞ സീസൺ വിന്നർ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് അഗ്നി പരീക്ഷ മലയാളം നമ്മുടെ ഈ സീസണിലാണ്. ഇതിപ്പോൾ ഇതുപോലെ തന്നെ അവർ നടത്തുമോ, തെലുങ്കു പോലെ തന്നെ നടത്തുമോ എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. ചിലപ്പോൾ അവർ മാറ്റങ്ങൾ വരുത്തും. മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, അതേപോലെ ഈച്ച കോപ്പി അടിച്ചൊന്നും ഉണ്ടാക്കത്തില്ല. അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. ടാസ്കുകളുണ്ട്, വോട്ടിംഗ് ഉണ്ട് തെലുങ്കിൽ. ഇതിനകത്ത് വോട്ടിംഗ് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു ജസ്റ്റ് റെഫറൻസ് മാത്രമാണ്. ഇതിങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഇത് റെഫറൻസ് ആണ്. തെലുങ്കുവിൽ ഇങ്ങനെയാണ് നടന്നത്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. തെലുങ്കു ബിഗ് ബോസ് സീസൺ 9 അഗ്നി പരീക്ഷ നടന്നത് ഇങ്ങനെയാണ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവർ
ജൂൺ 28 കഴിഞ്ഞ വർഷം ജൂൺ 28 ഫസ്റ്റ് അനൗൺസ്മെന്റ് നടത്തിയത്. അതായത് ലാലേട്ടൻ വന്ന് ഇന്നലെ അനൗൺസ് ചെയ്തതുപോലെ കോമണേഴ്സിന് എൻട്രി ഉണ്ട് അഗ്നി പരീക്ഷയിലൂടെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇന്നലെ വന്ന് പറഞ്ഞില്ലേ. അതുപോലെ നാഗാർജുന വന്നിട്ട് അവിടെ ജൂൺ 28 അനൗൺസ് ചെയ്യുകയാണ്. കൃത്യം 30 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രൊമോ വന്നു. അതിൽ നാഗാർജുന പറയുന്ന എൻ്റെ ഇടയിൽ ഒരു പ്രൊമോയുണ്ട്. 30 ദിവസം കഴിഞ്ഞപ്പോൾ 45 പേരെ കോമണേഴ്സിനെ അവർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതായത് ഇപ്പം ഈ മെയ് 21 അവർ ഞാൻ റഫായിട്ട് എല്ലാ ഡേറ്റ്സ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അതായത് ഇന്നലെ ലാലേട്ടൻ വന്ന് പറഞ്ഞു ഇനി ഒരാഴ്ചക്കകം തന്നെ അടുത്ത പ്രൊമോ വരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ കോമണേഴ്സിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത പ്രൊമോ ഉടനെ തന്നെ ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചിരുന്നോളൂ. ഇതിനകത്ത് അവർ എങ്ങനെയാണ് എൻട്രി എന്ന് പറഞ്ഞാൽ വീഡിയോ, അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ കോമണേഴ്സിൻ്റെ എൻട്രി നടന്നില്ലേ അതേപോലെ തന്നെയാണ് തെലുങ്കിലും നടന്നിരിക്കുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഞാൻ എന്തുകൊണ്ട് ബിഗ് ബോസ് ഷോ ഡിസർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അതിന് ലെങ്ത് ഉണ്ടാവും. കഴിഞ്ഞ ബിഗ് ബോസിലെ കോമണേഴ്സിൻ്റെ ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നില്ലേ, വീഡിയോസ് ഇത്ര ലെങ്തേ പാടുള്ളൂ, ചുരുക്കി പറയണം, നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തണം. ആ സംഭവം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ വെബ്സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇനി വരും. ഈ ഒരാഴ്ചക്കകം ആ ഒരു പ്രൊമോ വരാൻ പോവുകയാണ്. അത് വന്ന് അവർ പല ലെവൽ 4 ലെവലിലാണ് ഇതിൻ്റെ അതായത് സെലക്ഷൻ നടക്കാൻ പോകുന്നത്. സാധാരണക്കാരുടെ സെലക്ഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ പ്രൊമോ വന്ന് 30 ദിവസം അതായത് ത്തിനകം തന്നെ നിങ്ങളെ തിരഞ്ഞെടുക്കും. എല്ലാ 45 പേരെ തിരഞ്ഞെടുക്കും, ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കും. ആ 45 പേരെ വെച്ചിട്ടാണ് തെലുങ്കു ബിഗ് ബോസിൽ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞ ഒരു ഷോ നടത്തിയത്. അത് ഷോ തന്നെയായിരുന്നു. 15 എപ്പിസോഡുള്ള ഒരു പ്രീ ഷോ ബിഗ് ബോസിന് മുന്നേ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് നടത്തിയത്. 15 എപ്പിസോഡ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 8 മലയാളത്തിൻ്റെ സ്പിൻ ഓഫ് ആയിട്ട് അഗ്നിപരീക്ഷ മലയാളം സീസൺ 1 നടക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ എനിക്കറിയില്ല, ഇത് തെലുങ്കിൽ നടന്നതാണ് കേട്ടോ. അപ്പം സ്പിൻ ഓഫ് സീസൺ അല്ലെങ്കിൽ പ്രീ ഷോ എന്ന് പറഞ്ഞ് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞ ഷോ നടക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടതിന് വീഡിയോയ്ക്കകത്ത് കമൻറ്റ് പറഞ്ഞു ചുമ്മാ വല്ല ബലൂൺ കുത്തിപ്പൊട്ടിക്കലായിരിക്കും. പക്ഷേ തെലുങ്കിൽ നല്ല ടഫായിരുന്നു. ഞാൻ ഓരോന്നും നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെല്ലാം വളരെ എക്സൈറ്റഡ് ആണ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എത്ര പേരെടുക്കും എന്നറിയില്ല. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യും. ആ വീഡിയോ അപ്ലൈ ചെയ്യില്ല. ആ വീഡിയോയുടെ ഇത് വെച്ചിട്ടും പേഴ്സണാലിറ്റി, സ്ക്രീൻ പ്രസൻസ് എല്ലാം വെച്ചിട്ടും 1000ഓളം ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് 5 ലെവലാണ് സെലക്ഷൻ 4 ലെവൽ സെലക്ഷൻ പ്രൊസീജിയറാണ് നടന്നത്. ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കണ്ടസ്റ്റൻസിൽ നിന്ന് 1000ഓളം ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കണ്ടസ്റ്റൻസിൽ നിന്ന് അവരുടെ പേഴ്സണാലിറ്റി, വീഡിയോ ക്വാളിറ്റി, വീഡിയോ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, പ്രസൻറ്റേഷൻ ഒക്കെ വെച്ചിട്ട് അതിൽ നിന്ന് 200 കാൻഡിഡേറ്റ്സിനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഈ 200 അത് കഴിഞ്ഞ് അടുത്ത ലെവൽ 2 ഈ 200 കാൻഡിഡേറ്റ്സിനെ ഫോൺ ഇൻ്റർവ്യൂയിലൂടെയാണ് ബാക്കി സെലക്ഷൻ നടന്നത്. അതായത് ഫോൺ കോൾ ഇൻ്റർവ്യൂസിലൂടെ, വീഡിയോ കോൾ ഇൻ്റർവ്യൂസിലൂടെ ബാക്കി കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു. ആ 200-ൽ നിന്ന് 100 പേരെ അടുത്ത റൗണ്ടിലേക്ക് അവർ സെലക്ട് ചെയ്തു. ഇനിയാണ് ലെവൽ 3 അടുത്ത സെലക്ഷൻ. ആ 100 പേരിൽ നിന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതായത് ഈ റോഡീസിലും ഒക്കെ നടക്കുന്ന പോലെയാണ് ആ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ട്. സത്യം പറഞ്ഞാൽ സെലിബ്രിറ്റീസിനെ കാട്ടി നമ്മൾ കോമണേഴ്സിന് എന്ത് പാടല്ലേ ഇതിലെത്തിപ്പെടാൻ അല്ലേ. സെലിബ്രിറ്റീസ് അവർ ഏൺ ചെയ്തെടുത്തതാണ് ആ സെലിബ്രേറ്റ് ചെയ്തത്, പക്ഷേ എന്നാലും നല്ല ടഫാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന സംഭവമുണ്ട്. അത് ലെവൽ 3-ലാണ്. ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്നാണ് അവർ ഒരു 45 പേരെ നമ്മുടെ അഗ്നി പരീക്ഷയിലേക്ക് സെലക്ട് ചെയ്തത്. ഈ 45 പേരെ വെച്ചിട്ടാണ് അഗ്നി പരീക്ഷ നടത്താൻ പോണത്. ഈ 45 പേരിൽ നിന്ന് 15 കണ്ടസ്റ്റൻസിനെയാണ് അഗ്നി പരീക്ഷയിലൂടെ ഇവർ ടോപ്പ് 15 എന്ന് പറഞ്ഞെടുത്തത്. ഈ ടോപ്പ് 15 നിന്ന് 6 പേരാണ് ബിഗ് ബോസ് തെലുങ്കു സീസൺ 9-ൽ കയറിയത്. 6 കണ്ടസ്റ്റൻസ് ആണ് തെലുങ്കു സീസൺ 9-ൽ കയറിയത്. അതിൽ വോട്ടിംഗ് ഉണ്ട്. ഇതിനകത്ത് എപ്പിസോഡ് 6-ാമത്തെ എപ്പിസോഡ് തൊട്ടാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറയാം. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ്. നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സാണ് ഈ പറയുന്നത്. 15 പേരെ അവർ അഗ്നി പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്തു.
ആ 15 പേരെ വോട്ടിങ്ങിലിട്ടു. പിന്നെ ജഡ്ജസും ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജഡ്ജസ് ഒരു 3 പേര്, ജഡ്ജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ജഡ്ജസിനെ കുറിച്ചൊക്കെ പറയാം. ഈ അഗ്നി പരീക്ഷയിൽ 3 ജഡ്ജസ് ഉണ്ടായിരുന്നു, ഒരു ഹോസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും ബിഗ് ബോസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെയാണ്, അതേപോലെ തന്നെ ആക്ടേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും അതിൽ 3 പേരെ ജഡ്ജസ് തിരഞ്ഞെടുത്തു, 3 പേരെ വോട്ടിങ്ങിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് ജനങ്ങൾക്ക് വോട്ടിങ്ങിന് ഇട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് എല്ലാവരെയും ഇന്ന് ഇതാക്കി 6 പേരെ നമ്മുടെ ബിഗ് ബോസ് തെലുങ്കു സീസൺ 9 സ്ഥലത്തെടുത്തു. അങ്ങനെ 6 പേരിൽ ഒരാളാണ് ആ 6 പേരും പിന്നെ കുറച്ച് ബാക്കി സെലിബ്രിറ്റീസും കൂടെ ചേർന്നാണ് ബിഗ് ബോസ് തെലുങ്കു നടന്നത്. അതിൻ്റെ അവസാനമാണ് ഒരാൾ വിന്നറായത്. ആ വിന്നർ കോമണറായിരുന്നു കഴിഞ്ഞ തെലുങ്കു സീസണിൽ. ഓക്കെ, ഇനി ഈ അഗ്നി പരീക്ഷയിലെ ജഡ്ജസിനെ കുറിച്ച് പറയാം. അഗ്നി പരീക്ഷയിൽ ഒരു ഹോസ്റ്റ് ഉണ്ടായിരുന്നു, ശ്രീമുഖിയാണ് ഹോസ്റ്റ്. ശ്രീമുഖി ബിഗ് ബോസ് തെലുങ്കു സീസൺ 3 റണ്ണറപ്പ് ആയിരുന്നു. 3 ജഡ്ജസാണ് ഉണ്ടായിരുന്നത്, അഭിജിത്ത്, ബിന്ദു, നവദീപ്. അഭിജിത്ത് സീസൺ 4 വിന്നർ, ബിന്ദു ഫസ്റ്റ് ഫീമെയിൽ വിന്നറാണ് OTT സീസണിലെ, നവദീപ് ബിഗ് ബോസ് തമിഴ് സീസൺ 1 സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ ബിഗ് ബോസിൽ പങ്കെടുത്ത ആൾക്കാരാണ്. നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഹോസ്റ്റും നമ്മുടെ ജഡ്ജസൊക്കെ ആരാവാനാണ് ചാൻസ്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടല്ലോ, ഇനിയും കിടക്കുകയല്ലേ ദിവസങ്ങൾ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവർക്കൊക്കെ നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡും കാണാൻ സാധിക്കും. 15 എപ്പിസോഡ്സാണ് ഉള്ളത്. അതിനകത്ത് പല പല ടാസ്കുകളാണ് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് പറയാം. ഓരോ ജഡ്ജസും ഓരോ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അഭിജിത്തിന് മെൻ്റൽ എജിലിറ്റിയാണ് നോക്കേണ്ടത്, ഈ 45 പേരുടെയും മെൻ്റൽ എജിലിറ്റി. പിന്നെ നവദീപ് ഇവരുടെ ഹ്യൂമറും അഡാപ്റ്റബിലിറ്റിയും ചെക്ക് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇവരുടെ മെൻ്റൽ എജിബിലിറ്റി, ഹ്യൂമർ, പ്രസൻസ്, ഫിസിക്കൽ സ്ട്രെങ്ത്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഇവരിൽ നിന്ന് 15 പേരെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ജഡ്ജസ് 2 സിഗ്നൽ കൊടുക്കും, ഗ്രീൻ സിഗ്നൽ, റെഡ് സിഗ്നൽ. ഗ്രീൻ സിഗ്നൽ 3 ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ സെലക്റ്റഡ് ആണ്, 3 റെഡ് സിഗ്നൽ കിട്ടിയാൽ റിജക്റ്റഡ് ആണ്, യെല്ലോ സിഗ്നൽ കിട്ടിയാൽ ഹോൾഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ട്സ്റ്റാറിലെടുത്ത് എപ്പിസോഡ്സ് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഈ കൂടുതൽ പറയാമെങ്കിൽ 22 കഴിഞ്ഞ 28 അതായത് ഇത് ഇവരുടെ അനൗൺസ്മെൻറ്റ് വന്നത് ഏകദേശം ജൂൺ 28 ഇങ്ങനെ കോമണേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ്, അഗ്നി പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞ് നാഗാർജുന വന്ന് പറഞ്ഞത് 28 ഓഗസ്റ്റ് 22 തന്നെ എപ്പിസോഡ്സ് വന്നു തുടങ്ങി. അതായത് അഗ്നി പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. സോറി, ഡ്രൈ ആയി. ഓഗസ്റ്റ് 22 എപ്പിസോഡ്സ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്ന് അതിന് മുന്നേ ഷൂട്ട് നടത്തിയിട്ടുണ്ട് കേട്ടോ, ഷൂട്ട് നടത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 22 എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എപ്പിസോഡാണ്. സെപ്റ്റംബർ 5 വരെ എപ്പിസോഡ്സ് നമുക്ക് കാണാൻ പറ്റും അഗ്നി പരീക്ഷയുടെ. സെപ്റ്റംബർ 5 ഗ്രാൻഡ് അതായത് ഫിനാലെ ആയിരുന്നു ഈ അഗ്നി പരീക്ഷയുടെ. നമുക്ക് എല്ലാ 15 പേരെയും ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് വോട്ടിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്. അത് നിന്ന് റിസൾട്ട് പറയുന്നത് സീസൺ 9 ഗ്രാൻഡ് ലോഞ്ച് സമയത്താണ് അവർ ഇതിന് റിസൾട്ട് 6 പേര് ആരൊക്കെയാണെന്നുള്ളത് അവർ പറയുന്നത്. ആ സീസൺ തുടങ്ങുന്ന സമയത്താണ് ഈ കോമണേഴ്സ് 6 പേര് ആരൊക്കെയാണെന്ന് പറയുന്നത്. അങ്ങനെ പല എപ്പിസോഡ്സിൽ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിനകത്ത് ഈ റോഡീസിൻ്റെയൊക്കെ സെലക്ഷൻ നടക്കില്ലേ, അതുപോലെയാണ്. നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ എടുത്തിട്ട് ഓരോ എപ്പിസോഡ്സും കണ്ടു നോക്കുക. എന്തൊക്കെ ടാസ്ക്കാണ്, എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. നല്ല കുറച്ച് ഡിബേറ്റ് ഉണ്ട്, ടാസ്കുകളുണ്ട്, ബിഗ് ബോസിനകത്തുള്ള ടാസ്കുകളുണ്ട്. അതേപോലെ തന്നെ മുടി ഷേവ് ചെയ്യുക, റാങ്കിങ് ടാസ്ക്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിബേറ്റ് എല്ലാം ഉണ്ട്. ജഡ്ജുമായിട്ട് ഡിബേറ്റ് നടത്തുക, ജഡ്ജിൻ്റെ നെഗറ്റീവ്സ് പറയുക, എല്ലാം ഉണ്ട്. പെട്ടെന്നൊന്നും കയറിപ്പോകാൻ പറ്റില്ല, നല്ല ടഫാണ്. സോ എലിമിനേഷൻ ഉണ്ട് ഇതിനകത്ത്. അഗ്നി പരീക്ഷയ്ക്കകത്ത് എലിമിനേഷൻ ഉണ്ട്. എപ്പിസോഡ് 6 തൊട്ട് എനിക്ക് തോന്നുന്നു വോട്ടിംഗ്. ഇനി ഇതിനകത്ത് ബെസ്റ്റ് പെർഫോമറിന് ഒരു എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറിന് വോട്ട് അപ്പീൽ ചെയ്യാം. ബെസ്റ്റ് പ്ലെയറിന് ജഡ്ജസിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർ കിട്ടും. വേസ്റ്റ് പ്ലെയറിന് യെല്ലോ കാർഡ് കിട്ടും. 2 യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഔട്ടാണ്. അങ്ങനെ വോട്ടിംഗ് ലൈൻസ് ഒരു 6 എപ്പിസോഡ് തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. വോട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. എലിമിനേഷൻസ് ഉണ്ട് ഓരോ എപ്പിസോഡിലും. അതുപോലെ എപ്പിസോഡ് 6 കഴിഞ്ഞപ്പം ഇവരെ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. എന്നിട്ട് ആ ഗ്രൂപ്പിന് ഓരോ ടീം ലീഡേഴ്സിനെ കൊടുത്തു. അങ്ങനെ ടാസ്കുകൾ, ഭയങ്കര ടാസ്കുകൾ. ആ ടാസ്കുകളൊക്കെ നോക്കാം. ടാസ്കുകളിലൂടെയൊക്കെയാണ് കല്യാൺ, പ്രിയൻ, പവൻ ഇവരെ 3 പേരെയാണ് പബ്ലിക് വോട്ട്സിൽ നിന്ന്
ലൂടെ ബിഗ് ബോസ് 9 മെയിൻ സീസണിലേക്ക് തിരഞ്ഞെടുത്തത്. ജൂറി തിരഞ്ഞെടുത്തത് 3 പേരെയാണ്. അങ്ങനെയാണ് ഇവർ 6 പേര് കോമണേഴ്സാണ് ബിഗ് ബോസിൻ്റെ മെയിൻ സീസണിലേക്ക് പോയത്. മനസ്സിലായില്ലേ? അങ്ങനെ 5-ാം തീയതി ഇത് അവസാനിക്കുകയാണ്. എന്തോന്ന്, അഗ്നിപരീക്ഷ അവസാനിച്ചു. 7-ാം തീയതി ബിഗ് ബോസിൻ്റെ മെയിൻ പ്രീമിയർ ലോഞ്ച് വരെയാണ്. 2 ദിവസത്തെ ഗ്യാപ്പിൽ സീസൺ തുടങ്ങുകയാണ്. അതായത് നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കാം, നമുക്ക് മെയ് 21 എന്നാണ് നമ്മുടെ ബിഗ് ബോസ് വരാൻ പോണത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. മെയ് 21 ലാലേട്ടൻ അനൗൺസ് ചെയ്യുകയാണ്. ഒരാഴ്ചക്കകം തന്നെ മിക്കവാറും മെയ് 26 ആ സമയങ്ങളിൽ ഇതിനകത്ത് തന്നെ ആദ്യത്തെ പ്രൊമോ വരും. എങ്ങനെയാണ് ഇതിലേക്ക് അഗ്നി പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയണമെന്ന് വരും. ഒരു ജൂൺ 22 ആകുമ്പോഴത്തേക്കും നിങ്ങളിൽ നിന്ന് ഒരു 45 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കും. 45-50 പേരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ജൂൺ 22, ഒരു ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് പ്രൊമോ വരും. അഗ്നി പരീക്ഷയുടെ ഹോസ്റ്റ് ആരാണ്, ജഡ്ജസ് ആരായിരിക്കും എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ജൂലൈ പകുതിയാകുമ്പോൾ ഏകദേശം നമുക്ക് അഗ്നി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. ഒരു 15-20 എപ്പിസോഡ്സ് ഉണ്ടാവും. അങ്ങനെ ഓഗസ്റ്റിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയായിരിക്കും ചാൻസ്. ഞാൻ ജസ്റ്റ് ഇത് റഫായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഇതിൻ്റെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിപ്പോൾ റഫായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിലെ ഡൗട്ട്സ് ക്ലിയർ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇതിൻ്റെ ഇതൊക്കെ ടാസ്കുകൾ എന്തൊക്കെയായിരുന്നു ഇങ്ങനെയുള്ളതൊക്കെ പറയാം. ഇനി നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ്റെ അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട്. എന്നാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഈ സീസണെങ്കിലും വളരെ നല്ലതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജെന്യുവിനായിട്ട് നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നേറിയ ആൾക്കാരെ PR-ഉം ഒന്നും ഇല്ലാണ്ട് നല്ലതായിട്ട് നല്ല രസത്തിൽ കളിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് നമുക്കൊരു വിന്നറിനെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബായ്.